എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പേ എത്തിയല്ലോ. അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയാണ് വേണ്ടത്. അതാണ് തറവാടിത്തം എന്ന് പറയുന്നത്, പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യട്ടെ അല്ലേ? ഓ യെസ്. അപ്പൊ ഒഫീഷ്യലി എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്താലോ? സത്യം പറഞ്ഞ സ്റ്റാർ മാജിക്കിന് അങ്ങനെ പ്രത്യേകിച്ച് ബെല്ലും ബ്രേക്ക് ഒന്നും ഇല്ലെന്നറിയാലോ. ആ വഴിയിലൂടെ അങ്ങനെ സഞ്ചരിക്കും. എവിടെ ബ്രേക്ക് എവിടെ സഡൻ ഒന്നും അറിയില്ല. എന്തായാലും ഏറ്റവും തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട് നമ്മുടെ നെൽസൺ ശൂരനാട് ആൻഡ് ടീം. അവരെ ഇൻവൈറ്റ് ചെയ്യാം. തലമട്ടിക്കട ചിറകണ്ടിക്കട പാറി പറക്കട ചുളമട്ടിക്കട തലമട്ടിക്കട ചിറകണ്ടിക്കട പാറി പറക്കട അന്തികളെ മോന്നിക്കുടി അയ്യോ അയിലേസ അഞ്ചുതങ്ങൻ പൂമടിയിൽ ഇന്നാഘോഷം പാട്ടുമുണ്ടേ ആട്ടമുണ്ടേ നീയും വന്നാട്ടെ അതിരിയും കുതിരിയും എന്റെ പേര് ലക്ഷ്മി. എത്ര നേരമാണ് ഇങ്ങനെ നിൽക്കുന്നത്? ഇനി എന്താ ഉദ്ദേശിച്ചെന്നും കൂടെ ഒന്ന് പറഞ്ഞുതരൂ. പഴംപൊരി രതീഷ്. പഴംപൊരി എല്ലാവരോടും ആത്മാർത്ഥം ഒന്ന് ചിരിച്ചു കൊടുത്തേ. എങ്ങനെയുണ്ട് നെൽസൺ ചേട്ടാ? അടിപൊളി. ഇത് സൂപ്പറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് ചേരുന്ന ഹെയർ സ്റ്റൈൽ, കമ്മല് എല്ലാം. ചേട്ടന്റെ ടീഷർട്ടിൽ എഴുതി വെച്ചാണ് ചേട്ടൻ ഡ്രൈ അടിക്കുന്നതാണ്. സൂപ്പർ ഡ്രൈ എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി ബ്രാൻഡാ. ആണോ? അത് തന്നെ പറഞ്ഞ ബ്രാൻഡ് ഡ്രൈ ആണ് അടിക്കാന്ന് ചോദിച്ചത്. ശരി, അപ്പൊ ഇത്രേ ഉള്ളൂ. ഞാനേ ഇന്നലെ സത്യം പറഞ്ഞു ഉറങ്ങാൻ മൈക്കില്ലേ? നിങ്ങൾക്ക് മൈക്ക് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും കൊടുക്കൂ. ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? പറയൂ. ഇന്നലെ ഞാൻ ഉറങ്ങാൻ കിടക്കണ നേരത്തെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു നമ്മൾ എത്ര ബ്ലസ്ഡ് ആണ് എന്നുള്ളത്. മീൻസ് അങ്ങനെയല്ല, ചെറുപ്പത്തിൽ നമ്മൾ ഈ ഓരോ സിനിമാ നടനെയും സിനിമാ നടിയൊക്കെ കാണും, അങ്ങനെയല്ലേ പറയാ പണ്ട് ആക്ടർ ആക്ട്രസ് അങ്ങനെയൊന്നല്ലോ. അതുപോലെ കുട്ടിക്കാലത്തിന്റെ ഡ്രീം ആയിരുന്നു, അതായത് ജയറാമേട്ടനെ കല്യാണം കഴിക്കണം എന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. ശരിക്കും അങ്ങനെയല്ല, ഈ രണ്ടെന്ന് മാറ്റി പിടിക്കാവോ? ചേട്ടാ ഞാൻ 6 പറയാറ്, ഞാൻ 2ലേക്ക് വന്നില്ലേ ശരിക്കും. കാരണം ആ കുർത്തയിട്ട് ആ ഒരു പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടല്ലോ, ഒരു മെറൂൺ കളർ കുർത്ത, മുണ്ട്, പിന്നെ ആ ഒരു റെഡ് കളർ ചന്ദനക്കുറി, എനിക്ക് ഭയങ്കര ക്രഷ് ആയിരുന്നു കേട്ടോ. ഇതായിരുന്നു ആഗ്രഹം. ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ലൈക്ക് ആക്ടേഴ്സ് ആക്ട്രസ് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചാക്കോച്ചനെ കല്യാണം കഴിക്കുന്നത് ഒരു രാജമല്ലി വന്നപ്പോഴാണോ ആ ബൈക്കും അതൊക്കെ വന്നത്? നേരത്തെ മോഹൻലാലല്ലേ പറഞ്ഞത്? എനിക്ക് എല്ലാ നായകന്മാരെയും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞതാ, ഉണ്ടാക്കി പറഞ്ഞ കഥയല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? അത് എന്റെ മനസ്സിൽ മാത്രം തോന്നിയിട്ടുള്ള കാര്യമാണോ? നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടോ? കല്യാണം കഴിക്കാനല്ല, അല്ലാതെ ആരാധന തോന്നിയിട്ടുണ്ട്. ഉണ്ട്. ശശുവിന് ആരോടാ തോന്നിയിട്ടുള്ളേ? ഉർവശി ചേച്ചി. ഉർവശി ചേച്ചി അടിപൊളി. എന്തുകൊണ്ടാ? അല്ല, പണ്ട് തൊട്ടേ നമ്മള് സിനിമകൾ കളിപ്പാട്ടം അല്ലെങ്കിൽ ക്യൂട്ട്നെസ് ആയിട്ടുള്ള ആ കുട്ടിത്തമാണോ? ആ ഒരു കുട്ടിത്തം ഭയങ്കരമായിട്ടുള്ള ആ ഒരു കഥാപാത്രം. അനുകൂല കുട്ടിത്തം വർക്കായിട്ടുണ്ടോ? കുട്ടിത്തമല്ല, വഷളത്തം. ശരി, ഇനി നേരെ രഞ്ജിതയിലേക്ക് പോവാണ്. രഞ്ജിത. എനിക്ക് ശ്രീനിവാസൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടം. എനിക്ക് മുരളി സാറിനെയും തിലകൻ സാറിനെയും അതായത് അവിടെ ശ്രീനിവാസൻ പറഞ്ഞപ്പം ആ തൂക്കത്തിലുള്ളൊരു സാധനം വേണം. അതാ ശരി. അനുവിന്റെ ശബ്ദം എടുക്കാൻ പറ്റുമോ? അതെ. അനുകരിക്കാൻ പറ്റുമോ? മുരളി സാറിന്റെയോ? ഇല്ല. എന്നാ അങ്ങനെയാണെങ്കിൽ ആരുടെ എടുക്കാൻ പറ്റുക? ഷീലാമ്മ. ഓക്കെ, എന്നാ ഒന്ന് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, ഇന്നപ്പോ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ, അല്ലെങ്കിൽ മാൻഡ്രിസം, എന്തെങ്കിലും സീനോ ഡയലോഗോ ശബ്ദം വേണമെന്നൊന്നുമില്ല. എല്ലാവരും റെഡി ആയിട്ടിരുന്നോട്. സുമയിൽ നിന്ന് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ സീനിയറിൽ നിന്ന് തുടങ്ങാം. എനിക്ക് നെൽസൺ ചേട്ടന്റെ മിമിക്രി എന്ന് പറയുന്നത് എപ്പോഴും ശബ്ദം. ഞാൻ മിമിക്രി അല്ല, അത് ചോദിച്ചോക്കെ. ഞാൻ ഏതെങ്കിലും സിനിമാ താരങ്ങൾ അനുകരിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ അങ്ങനെ ചേട്ടൻ സ്ഥിരം ചെയ്യുന്നത് ഫ്ലൈറ്റ് ആണെന്ന് എനിക്കറിയാം. തിലകൻ ചേട്ടന്റെ ശബ്ദം ചെയ്യാറുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി ഫ്ലൈറ്റിൽ കയറാൻ വയ്യ. ഫ്ലൈറ്റിൽ പോകുന്ന തിലകൻ സാറിനെ കാണിക്കാനാ ഞാൻ പറഞ്ഞേ, ഫ്ലൈറ്റ് കാണിക്കാനല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന്മാർ 2 പേരാണ്, മമ്മൂക്കയും ലാലേട്ടൻ. അടിപൊളി. എല്ലാവർക്കും. അപ്പൊ ഞാൻ അവരുടെ ശബ്ദം അനുകരിക്കുക. അത് ശബ്ദമല്ല, ഞാൻ അവരുടെ ഒരു ഡയലോഗ് രണ്ടുപേരുടെ ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഡയലോഗ് രണ്ടുപേരുടെ പറഞ്ഞാൽ അത് ഒരു ഡയലോഗ് അല്ല, രണ്ടുപേരുടെ പറഞ്ഞോളൂ. വിക്രം കോർബടയും വിലക്കെടുക്കപ്പെട്ട ഗുണ്ടകളും ചേർന്ന് കൈകോർത്ത് പിടിച്ചാൽ ഈ 7-14 ലോകവും നിന്റെ കാൽ കീഴിൽ വരുമ്പോൾ നിനക്ക് ദാഷ്ട്യമുണ്ട്. അത് മനസ്സിലാകുമ്പോൾ നീ വാ, എൻ്റെ അച്ഛൻ്റെ കാലിൽ 2-3 നഖം വിട്ടിട്ട് തരാൻ നിനക്ക്.
ചന്ദന മുട്ടി വെച്ച് കത്തിച്ച ആശ തീർക്കാൻ. നീ ഇപ്പൊ മോനെ ദിനേശ. സൂപ്പർ, അടിപൊളി. സൗണ്ട് വെച്ചിട്ടല്ല നമ്മൾ നോക്കുന്നത്, അവരുടെ ഡയലോഗ് ഡെലിവറി അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്തത് ടീം. സിനിമ നമ്പർ സൗണ്ട് എടുക്കുന്ന മൈക്കാണ്. ഓ, ഇത് സിംഗർ മൈക്ക് ആയിരിക്കും അല്ലേ? ഓക്കെ, ടീം ആരെ ചെയ്യണേ? ഞാൻ വിനായകനാണ് ചെയ്യണത്. എപ്പോഴും ചെയ്യുന്നതാ. അല്ല, ഇത് മിക്സഡ് ഡയലോഗാണ്. മാത്രമല്ല മ്യൂസിക് സപ്പോർട്ട് ഉണ്ട്. ഹലോ കൃഷ്ണ, ഞാനാടാ ഗംഗയാണ്. ഒന്നുമില്ലടാ, വെറുതെ വിളിച്ചാണ്. അങ്ങനെ വിളിക്കണമെന്ന് തോന്നി വിളിച്ചാണ്. ആരും പറയണ്ടാ, ഒരു പ്രാതം പോലെ. ആ ബെന്നിയില്ലേ, ആ പന്നി, അവനാണ് എന്നിട്ട് കൊടുത്തത്. അവനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അവരെന്നെ ഉറക്കും ആശാനെ, അവരെന്നെ ഉറക്കും. പരാക്രമം പാഞ്ഞാണ് ആശാൻ ഞാൻ വന്നത്. ഒരു പണിപ്പാളി പോലെ തോന്നണ്ടല്ല. അവർ ചെറിയ ടീമല്ല, കിടിലൻ ടീമാണ്. താങ്ക് യു. കൊള്ളാം, കൊള്ളാം, നൈസ്, അടിപൊളി. അതെ, ഓക്കെ, താങ്ക് യു. ശശു. ഞാനും അങ്ങനെ താരങ്ങളെ അനുകരിക്കാറില്ല. എങ്കിലും ഈ ഒരു സമയത്ത് മിമിക്രിയിലേക്ക് ആദ്യമായിട്ട് തുടങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ 1-2 സ്റ്റാറുകളൊക്കെ അനുകരിക്കുമല്ലോ. അപ്പൊ അന്നും അനുകരിച്ച് ശരിയായില്ല, ഇന്നും ശരിയാവുമെന്ന് അറിയില്ല. മധുസാറ്. ആഹാ. വേലായുധ, നീയും ആ കുന്നുമ്മയും ശാന്തിയും തമ്മില് എന്താണ് ഒരു ബന്ധം? പ്രേമൊന്നും മണ്ണാങ്കെട്ട് എന്നൊക്കെ പറഞ്ഞ് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് അവളെ നീ കൈയൊഴിഞ്ഞാൽ നിന്റെ നെഞ്ചത്ത് ആദ്യത്തെ വെടി വെക്കുന്നത് ഞാനായിരിക്കൂടാ. വെക്കടാ വെടി, വെക്കടാ വെടി. നന്നായിരുന്നു, നന്നായിരുന്നു സുമ. താങ്ക് യു. ഇനി സുമ. ആരെ ചെയ്യണേ? എനിക്ക് സുരേഷ് ഗോപി സാറിന്റെ, ഓ ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട്. നൈസ്. അപ്പൊ ഫ്രഷ് ആയിട്ടാണ് കേട്ടോ. ഫ്ലവേഴ്സ് 1 കോടിയിലേക്ക് നിങ്ങൾക്കേവർക്കും ഊഷ്മളമായ സ്വാഗതം. ഒരു കഴിഞ്ഞുള്ളത് പറഞ്ഞാൽ മതി. ഇനി സുരേഷ് ഗോപി എടുക്കുക, സുമേഷ്. ഓക്കെ, അല്ല, ഞാൻ ശൈലി ഉദ്ദേശിച്ചു. ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ബെസ്റ്റ് ചെയ്യും. എന്നാലും പഠിക്കൂല. എന്നാ മോഹൻലാൽ എടുത്താ മതിയാ, പറഞ്ഞ് സേഫ് ആവാം. ലാലേട്ടന്റെ ശബ്ദം തന്നെ. വീണ്ടും ലാലേട്ടൻ. പിന്നെ ആൾക്കാരിങ്ങനെ ആവശ്യപ്പെട്ട ഞാൻ എന്നാ ചെയ്യാൻ പറ്റും. സംഗീതം അലഞ്ഞിട്ടുണ്ട്, അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രം എണ്ണിക്കിടക്കുന്നവന് ഒരു വെളിപാടുണ്ടാവുന്നു. എന്താ? ഗ്വാളിയറിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗ്വാളിയർ ഖരാന മാജിക് പീക്കോക്കിനെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു പഴയ സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ മുപ്പര് നല്ല ഫിറ്റാ. എന്താ കാര്യം? നിളയെ ക്ലാസ് ഫാൻ. ആവശ്യം അറിയിച്ചു, ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഗുരുതൻ്റെയുടെ വോട്ടക്കീശയിൽ എന്താ ഉള്ളേ? സബ്നോം കി ജിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാതി ഹേ. ശംഭു മഹാദേവ്. ഇനി ആരാ ചെയ്യണേ? ശീലാമ്മ. നേരത്തെ എപ്പോഴും കാവ്യമാധവനും ജനാർദ്ദൻ സാറൊക്കെ അല്ലേ ചെയ്യുന്നത്. ശീലാമ്മ നോക്കാം. വെരി ഗുഡ്. അയ്യോ, എന്റെ കൊച്ചു മുതലാളി, ഞാനിപ്പോ ഇത് എവിടെയാ നിൽക്കുന്നത്? സ്റ്റാർ മാജിക്കിലോ? എന്റെ ഈശ്വരന്മാർ, ഇത്രയും പൂവാലന്മാരുടെ ഇടയിലാണോ ഞാൻ പെട്ടുപോയത്? എന്റെ മാത്തുക്കുട്ടിച്ചായനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഞാൻ നിൽക്കണോ പോണോ? നിങ്ങൾ പറ. ഗുഡ് ട്രൈ, ഗുഡ് അറ്റംപ്റ്റ്. ഇനി അഞ്ജന ചേച്ചി. കൊച്ചു പ്രേമനങ്ങള്. വെരി ഗുഡ്. ആ, തൊട്ട് തൊട്ടില്ല, തൊട്ട് തൊട്ടില്ല. എടാ മോനെ, നിന്റെ കോമഡി ഒന്നും ഇപ്പൊ ഏക്കുന്നില്ലടാ. അടിപൊളി. നൈസ്. അജും ഷാ. അല്ല, ആ ഡയലോഗ് തന്നെ പറയേണ്ട കാര്യം എന്തോ ഇപ്പൊ നോവിക്കാനായിട്ട്. മിമിക്രി ഒന്നും ഏക്കുന്നില്ലെന്ന്. അജും ഷാ. അല്ല, ഞാൻ മിമിക്രി അല്ല, ഒരു ഡയലോഗാണ്. നമ്മളിവിടെ വീണ്ടും ഞങ്ങൾ പറയണു, ഇതിൽ നമ്മൾ സൗണ്ട് അല്ല നോക്കണത്, ഡയലോഗ് ഡെലിവറി. അത്രേ ഉള്ളൂ കേട്ടോ. അല്ല, ഇത് എന്റെ സൗണ്ടാണ്. ഞാൻ ജസ്റ്റ് ഡയലോഗ് മാത്രം പറയുന്നത്. അതിപ്പോ മിമിക്രി ചെയ്താലും സ്വന്തം ശബ്ദം വരുള്ളൂ. എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഇവള് കുറെ ആൾ പുറകെ കിടന്നാ. പക്ഷേ പ്രേമിക്കുന്ന പെമ്പിള്ളേരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ? എനിക്ക് വേറെ പണിയില്ലല്ലോ. എന്താ ചേട്ടാ ഈ പെമ്പിള്ളേർക്ക് എന്നെ കാണുമ്പോ ഇത്ര ആവേശം? എന്താ ഞാൻ അത്രയ്ക്ക് സുന്ദരനാണോ? ആയിരിക്കും. അല്ല, ആന്ന്
തന്നെയല്ലേ നീ കോഴി. നോർമൽ സൗണ്ട്. ഇനി മിമിക്രി വേണമെങ്കിൽ 2 എണ്ണം വേണം. ചേട്ടാ കാരണം മജൂബ്ഷയുടെ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് കളയാറില്ലേ പതിവ്? അതെ അതെ. എന്തെങ്കിലും വേണ്ടേ? ഷീലാമേനൊന്ന് ഞാൻ ചെയ്ത് മുകളിൽ വെച്ചിരിക്കുകയാണ്, നീ എന്നെ താഴ്ത്താൻ ശ്രമിക്കരുത്. എന്റെ മാക്കുട്ടിച്ചായനുണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്നും വരില്ലായിരുന്നോ? കൊച്ചു മുതലാളി, എന്നൊന്നും ചെയ്യാതിരിക്കല്ലേ. അയ്യോ ബാക്കി 99 വെളുപ്പിഴ. അതും എനിക്ക് അവിടെ പോയി നിൽക്കാം. ഓ കണ്ടോ. ഇനി ആരാ? രഞ്ജിത. സൗണ്ട് അല്ല, ഞാൻ ആ ഡയലോഗ്. അതാണ് ഇവിടെ ആവശ്യം. അച്ഛൻ്റെ പറയണോ? കടുകുവറ. ഓക്കെ. അച്ചുവിന്റെ അമ്മ മീര ജാസ്മിനും മുർവിശ് ചേച്ചി. ലുക്ക് അച്ചു, യു മേക്ക് കറി. അനു പ്രാർത്ഥിക്കണം. ശരിയാവല്ലേ, നന്നാവല്ലേ. ഷീലയുടെ മോളെ കേറല്ലേ. ക്ലോസ് എടുത്ത് വെക്കണേ അനുവിന്റെ ഫേസ്. റെഡി. ഇത് കസറെന്ന് വിചാരിച്ചിട്ട് ചെയ്യൂ. ലുക്ക് അച്ചു, you make vegetable curries, I make chapatis. 50-50, nothing. Some vendakas, cut small pieces. Some onion, cut small pieces. Put it in the adupu, put china chatti. Some coconut oil, some kadu manis, little curry leaves. Kaduvara. Take vegetables, put it in the china chatti. Little curry powder, little malli powder, little gari masala, little uppu. Close it, curry ready, go! അടിപൊളി. ഇത് ഓർത്ത് വെക്കുക തന്നെ. പിന്നെ ഇനി ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടോ? തലവർ രജനീകാന്ത് സാറാണ് എന്റെ എന്താ പറയാ എന്റെ ഇത് കേട്ടിട്ട് പോടാ. അപ്പൊ തമിഴ് പടങ്ങളിലെ ഇങ്ങ മറുക് വെച്ചിട്ട് മീസയെ മുറുക്കിക്കിട്ട് ലുങ്കിയെ കെട്ടിക്കിട്ട് നമ്പിയാർ ഡേ കപാലി அப்படி சொன்ன உடனே குனிஞ்சு சொல்லதே உடையமா அப்படி சொல்ற கபாலி நினைச்சியாடா கபாலிடா. கண்ணா பன்னிங்கதா கூட்டமா வரும், சிங்கம் சிங்களா வரும். അനുവിനോട് ഒരു ഡയലോഗ് കൂടി. அதிகமா ஆசைப்படுற ஆம்பளையும் அதிகமா கோவப்படுற பொம்பளையும் நல்ல வாழ்ந்த சரித்திரமே கிடையாது. யூ நோ ஒன் திங், anger is the cause of all miseries. One should know how to control it, otherwise life will become miserable. Try to understand that. ഇവിടെ പൊളിച്ചു കേട്ടോ. ലക്ഷ്മി, എനിക്കൊരു ആഗ്രഹമുണ്ട്. നമ്മളെ ഇവിടെ ഒരു ആക്ട്രസിന്റെ ഒരു ശബ്ദം കേൾക്കണമെന്ന്. നമ്മുടെ ചിലങ്കയുടെ ശബ്ദം കേൾക്കണം. അത് ചിലങ്കയുടെ ശബ്ദം എടുത്താൽ മതി. വരും ചിലങ്കയുടെ ശബ്ദം ആദ്യം. അത് കഴിഞ്ഞൊരു ഭാഗ്യാണല്ലേ. അതായത് ആ ആർട്ടിസ്റ്റിന് തന്നെ ശബ്ദം കേൾക്കണമെന്ന് മറ്റു ആർട്ടിസ്റ്റുകൾ പറയുന്നത്. പിന്നെ അപ്പൊ സ്വന്തം ശബ്ദമൊന്നും എടുക്കാമോ? എനിക്ക് മീര ജാസ്മിനെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ ചിലങ്ക ഇഷ്ടല്ല? എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടാ. അത് മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്കും ആ ചേട്ടൻ ഇഷ്ടപ്പെടണ്ട. അതിന് രഞ്ജിത്തുണ്ട്. കിട്ടിയിട്ടില്ലേ? അതെ. ഓക്കെ. രഞ്ജിത്ത് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാന് രസതന്ത്ര സിനിമയ്ക്കകത്തൊരു ഡയലോഗ് പറയാവേ. മീര ജാസ്മിന്റെ. പിന്നെ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാന്ന്? അത് മറക്കണ്ട കേട്ടോ. അല്ല, അത് അറിവില്ലാതെ പറഞ്ഞതല്ലേ. ഞാനത് ഒന്നും കണക്കൊക്കെ എടുത്തിട്ടില്ല. എനിക്കിപ്പോഴും ഇഷ്ടാ രഞ്ജിത്തിന്. അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് കേറും. ശരി, അങ്ങനെയാണെങ്കിൽ നേരെ ഞാൻ ജോണിന്റെ അടുത്തും കൂടെ ചോദിച്ചോട്ടെ. പൃഥ്വിരാജ് ആരാ ചെയ്യണേ? പൃഥ്വിരാജ് എന്റെ ആയുസിൽ ഞാൻ മിമിക്രി ചെയ്തിട്ടില്ല കേട്ടോ. അത് കുഴപ്പമില്ല. ഇത് ഒരിക്കലും മിമിക്രി ആരും അവകാശപ്പെടാനില്ല. താഴെ വന്ന് പൊങ്കാല ഇടണ്ട. തമാശക്ക് നമ്മൾ വെറുതെ ഡയലോഗ് പറയുന്നു. ആരെയാ? പൃഥ്വിരാജ്. ശരിക്കും? കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരാണ് എൻ്റെ ഹീറോസ്. യു സീ ദ ഐറണി, ഡോണ്ട് യു? 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പോരാടി തോറ്റ അങ്ങ് പോട്ടെന്ന് വെക്കും. ഞാൻ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടിയാണ്. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. ആ മോഡുലേഷൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ പോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ റനീഷ. കിലുക്കത്തിലെ രേവതി ചേച്ചി.
അങ്കമാലിയിലെ അമ്മാവൻ പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞപ്പോൾ ആ കഴുത എന്നോട് പറയാ നിന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിൽ നിന്ന്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിൽ നിന്ന്? അപ്പം അവൻ എന്നെ ഡി എന്ന് വിളിച്ചു. അപ്പം ഞാൻ പട്ടിന്ന് വിളിച്ചു. അപ്പം അവൻ എന്നെ തല്ലാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ കുടയെടുത്ത് അവൻ്റെ വയറ്റിൽ ഒറ്റ കുത്തു കൊടുത്തു. അപ്പം എൻ്റെ കുട അവൻ പിടിച്ചു വലിച്ചപ്പോൾ അവിടെ ഇരുന്ന ഫോൺ എടുത്ത് അവൻ്റെ തലയ്ക്ക് ഒറ്റ ഇടി വെച്ചു കൊടുത്തു. അപ്പോൾ ഒരുത്തൻ ഇവിടെ വന്ന് പറയാ ഇത് എൻ്റെ ഹോട്ടലാന്ന്. അപ്പം ഞാൻ അവൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പയും എല്ലാം ചീത്ത പറഞ്ഞു. അപ്പം അവൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന പൂച്ചട്ടി അവന്റെ തലയിൽ ഒറ്റയേറ്. ഇത്രേ ഞാൻ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. സ്റ്റാർ മാജിക്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് പോകാൻ പോകുന്നത്. ഒരു രസകരമായിട്ടുള്ള ഗെയിം എന്ന് പറയുമ്പോൾ ഈ ഗെയിമിൽ ടോട്ടൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരാൾ മുകളിൽ നിൽക്കാൻ വേണം. ഒഴുകാനല്ല, ജസ്റ്റ് മുകളിൽ അപ്പുറത്ത് നിൽക്കാൻ. ഒരാൾ താഴെ ഇവിടെ നിൽക്കാൻ വേണം. ഒരാൾ ഇവിടെ നിൽക്കാൻ വേണം. ഒരാൾ അവിടെ നിൽക്കാൻ വേണം. ടോട്ടൽ 1 2 3 4 4 പേരാണ് ഒരു ടീമിൽ നിന്ന് വേണ്ടത് കേട്ടോ. ആദ്യത്തെ ആള് മോളിൽ കയറുന്നു. നിങ്ങൾക്കൊരു ബോക്സ് തരും. ആ ബോക്സിൽ നിറച്ച് റിബൺ ആണ് കേട്ടോ, പല കൈൻഡ് ഓഫ് റിബൺസ്. അത് ഉരുണ്ട് വിടം വരെ വന്നു എന്ന് വിചാരിക്കും. ഉരുട്ടി വിടണം. ഉരുട്ടി വിടുമ്പോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്കണ്ടോ ഉരുട്ടാൻ പറ്റുന്ന ട്രോളി പോലെയാണ്. ഓക്കെ, സ്ട്രക്ചർ പോലെ, ട്രോളി പോലെ. നമ്മൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ വരുമ്പോ ഓടി വന്ന് ഇതിൽ ഇങ്ങനെ ക്യാച്ച് ചെയ്യണം. ക്യാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ ഈ മൊറവും പിടിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അതിൽ ഇത് എങ്ങനെയെങ്കിലും കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സംഗതി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യണം. അതെ അതെ, പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആള് ഒരു ഗ്ലാസ് എടുത്ത് മുകളിൽ വെക്കുന്നു. അങ്ങനെ ഇൻവേർട്ടഡ് പൊസിഷനിൽ നമ്മൾ വെക്കണം. എങ്ങനെയാ വെക്കേണ്ടിയിരുന്നത്? പിരമിഡ് 4 3 2 1. 4 വേണ്ട, 4 ഇല്ല, 3 2 1 എന്നുള്ള രീതിയിൽ ഇതാവണം. വൺസ് ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റാലി അവിടെ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മളൊരു ബോളും വെച്ചിട്ട് അത് തകർക്കണം. ഓക്കെ, എത്ര എണ്ണം വരെ തകർക്കണം? 3 എണ്ണം. ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ഒരു ഗെയിം കളിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉരുട്ടി ഉരുട്ടി കളിക്കുന്ന ഗെയിം ആയതുകൊണ്ട് മൂവിംഗ് ഓൺ ടു ദി ഗെയിം ഉരുട്ടടാ കുട്ടാച്ചാ. ഈ ഗെയിം നിങ്ങൾ സമർപ്പിക്കുന്നു കുട്ടാച്ചൻ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോ ഗെയിമിലേക്ക് പോവാണ്. ഗെയിമിന്റെ പേര് ഒന്നും കൂടെ പറയാം. എന്താ സുമേ പേര്? ഉരുട്ടടാ കുട്ടാച്ചാ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3 2 1. പൊക്കി പിടി, കുറച്ചുകൂടി പൊക്കി പിടി, കുറച്ചുകൂടി പൊക്കി പിടിക്ക്. യെസ്. ഓക്കേ. ഗുഡ്. സുമേ. ഓക്കേ. ഗുഡ്. ഓക്കേ. രണ്ട് ടീമും ഈക്വൽ ആയിട്ടാ കളിക്കണേ. ഓ സൂപ്പർ. ആരണമായി നിർത്ത്. Come on, Suma. കിട്ടും. ഒരെണ്ണം കൊണ്ടാ കിട്ടും. ടെൻഷൻ എടുപ്പിക്കില്ല. കുഴപ്പമില്ല. അടി. Come on, Suma. Come on, Krishneta. അടുത്ത കിട്ടി. ഈക്വൽ ആണ് രണ്ട് ടീമും. ആരാദ്യം ഈ പിരമിഡ് അടിപൊളി. ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോ 1 പോയിന്റ്. ഉരുട്ടടാ കുട്ടാച്ച എന്നുള്ള ഗെയിമിന്റെ പേരിന്റെ ഐശ്വര്യം പോലെ തന്നെ സുമയിലേക്കാണ് വന്നിട്ടുള്ളത്. നല്ല പേരായിരുന്നു അല്ലേ? നല്ല പേരായിരുന്നു. നല്ല പോയിന്റ്. ഇതാണ് ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് അവർ സിംഹക്കുട്ടി. എന്തോ ഭാഗ്യം കൊണ്ട് അവൻ അടിച്ചിട്ട് ഡയലോഗ് തുടങ്ങി. ഓക്കെ, സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാണ്. ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുമയുടെ ടീമാണ്. അതായത് ഈ ടീമാണ്. 1 പോയിന്റ്. ഇപ്പൊ 0 ആണ് ഓപ്പോസിറ്റ് ടീമിന്. സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുമ്പോൾ കൗണ്ട് ഡൗൺ പ്ലീസ്. 3 2 1.
ഇടറി 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 ഇടറി. അവിടെ തന്നെ വെച്ചേരെ. അത്രേ ഉള്ളു, അത്രേ ഉള്ളു, അത്രേ ഉള്ളു. ഇത്തിരി മോളിൽ നേടണേ. വെരി ഗുഡ്. ആദ്യം മാന്യത. Finish Bastin. പോയി അടിയാ പറ്റി പോയി. ചെല്ലേ പോയി അടി. ഒറ്റയടിക്കണം കേട്ടോ. 3 എണ്ണം തെറിപ്പിക്കണം. അടിച്ച് വീഴ്ത്തേ. Come on, Shushu, John. അല്ല ആ കറക്റ്റ് ലെവലിൽ വിളിച്ചു. ലെവലില് വലിച്ചു പിടിച്ചോ. ജോൺ സൈറ്റിലേക്ക് നിൽക്കണം. വലിച്ചു ടൈറ്റ് ചെയ്തു. പാളിപ്പോരുത്. അതൊക്കെ അടിച്ചാൽ മതി. ഈ റൗണ്ടിലും 1 പോയിന്റ് ഈ ടീമിലേക്കാണ് പോയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ് ടു ജോൺ ആൻഡ് ടീം. ദാറ്റ് മീൻസ് 2-0. ചേട്ടാ നിങ്ങൾ അത് അടിക്കല്ല, അടുത്ത ഗെയിം അടിക്കാതെ. എന്തിനാ ഈ സമയത്ത് വെറുതെ? ഇത് ഇവിടെ ഇനി സച്ചിൻ ടെണ്ടുൽക്കർ വന്ന് നിന്നാലും ഞങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ഓക്കെ, നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ഇത് ഫൈനൽ റൗണ്ട് ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു ഗെയിമിന്റെ, അതായത് ഉരുട്ടട കുട്ടാച്ച എന്നുള്ള ഗെയിമിന്റെ റൂട്ട് കണ്ടിട്ട് ഈ ടീം സ്കോർ ചെയ്തോണ്ടിരിക്കുക. നോക്കാം നമുക്ക്. നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുമ്പോൾ കൗണ്ട് ഡൗൺ കൊടുക്കാനുള്ള സമയമായി. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വാ. നീ അനക്കണ്ടാ. നീ ഉണ്ണിട് അനക്കല്ലേ. നമുക്ക് ഇഷ്ടായി ഗെയിം. മതി. Come on, Adib Shah. ഫസ്റ്റ് എയ്ഡ് വേണേ. അടുത്താണ് പിടിച്ച പോത്തില്ല. ചേടാ ഇത് ചേടാ ഇപ്പൊ ഉന്നം പിടിക്കടാ. ഇവൻ ഉന്നം വെച്ചത് ഗ്ലാസ്സിലേക്കല്ല, കൺസോളിലേക്കാണ്. ഈ മാസത്തെ ശമ്പളം കിട്ടാത്ത വൈരാഗ്യം ഇവിടെ തീർത്ത് 3 LED അടിച്ചു പോയിട്ടുണ്ട്. ഹലോ, ഇവിടെ ബോളിന് പകരം ഒരു മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു ആരോ. ഒരു മുട്ട ഉണ്ടായിരുന്നു. ആ മുട്ട പൊട്ടി. ബോളിന് പകരം ഒരു മുട്ട. അനു നീയല്ലേ ബോളിന് പകരം മുട്ട വെച്ചത്? ഇതാ പൊട്ടി കിടക്കുന്നത്. തോറ്റ് മുട്ട ഇട്ടിരിക്കാൻ. അപ്പൊ ഉരുട്ടിട കുട്ടേഷനില് ഈ ഒരു റൗണ്ടിൽ 1 പോയിന്റ് നമ്മുടെ ടീമിനാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴത്തെ പോയിന്റ് 2 ഇവിടെ, 1 അവിടെ. അല്ല ഞാൻ ചോദിക്കട്ടെ നെൽസൺ ചേട്ടാ, ഒരു ഗെയിമും കൂടെ കളിക്കണമെന്നുണ്ടോ?
നമ്മൾ റെഡി. നിങ്ങൾക്ക് അവർക്ക് പേടിയുണ്ടെങ്കിൽ വേണ്ട. പക്ഷെ അവർക്ക് വേണം എന്ന് പറഞ്ഞോണ്ട് വാശിക്കളി തീർച്ചയായിട്ടും കളിക്കാം. 1-1 കണക്ക് കൂട്ടിക്കോ എന്നാലും വേണ്ട. ശരി, ഓക്കെ. ടൈ ആയാലും ഇവർക്ക് പ്രശ്നമല്ല. പക്ഷെ ഒരു റൗണ്ടും കൂടെ പോയേ പറ്റൂന്ന്. ഫൈനൽ റൗണ്ട് കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ്. സോ ഒരുമിച്ച് പറയാം. മൂവിംഗ് ഓൺ ടു ദ ഫൈനൽ റൗണ്ട് ഓഫ് ഉരുട്ടടാ കുട്ടാച്ചാ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. റിനീഷ മോളിന്ന് തുടങ്ങണം. സ്റ്റാർട്ടിങ്. ഗുഡ്. രണ്ട് ടീമും അടിപൊളിയായിട്ട് കളിക്കുന്നു. കിടന്നുണ്ട്. ആറ് വിട്ട് ടീം അടിച്ചിട്ട് ടീമെ സമയമില്ലെന്ന്. അപ്പോ നിങ്ങൾ ഈ തുടങ്ങി വെച്ച ഗെയിം നമ്മളിവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോഴത്തെ ടോട്ടൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 2-2 നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂവിംഗ് ഓൺ ടു ദ ഫൈനൽ റൗണ്ട്. ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ട്. ഗെയിം കളിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ലാസ്റ്റ് 2 റൗണ്ടിലും അടുപ്പിച്ച് കളിച്ചവർ മാറണം. ശരിയാണ്, കറക്റ്റ് ആണത്. പാനല്ല ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. എനിക്ക് കളിക്കാം, എനിക്ക് കളിക്കാം. ഓക്കെ, ഫൈനൽ റൗണ്ട് ആണ്. എന്ത് സംഭവിക്കാം. ഇത് തല്ലി തീർക്കോ വരുന്നുള്ളത് നമുക്കിനി വഴിയെ കാണാം. സോ ഫൈനൽ റൗണ്ടിലേക്ക് കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ്. വലിക്കട്ടെ അന്നോടെ വെച്ചിരുന്നത്. Pass. Final round. It is a miracle result for me. Diamond stone. Shoot. 1, 2, 3, shoot. എവിടെ മാനത്താ? 1, 2, 3, shoot. അത് തന്നെ ഉന്നൊന്ന് മാറ്റി പിടിച്ചാൽ മതി. 1, 2, 3. പെട്ടെന്ന് ഷൂട്ട്. And team. പൊട്ടാച്ചൻ എന്താ ഇനി ഒരു റൗണ്ട് കൂടെ ഉണ്ടല്ലോ. എന്തായാലും പെട്ടെന്ന് ഇവിടെ തീരുന്നുണ്ടോ? 2 റൗണ്ട് കൂടെ ചെയ്യാം. വലിയ റിസ്ക് ഇല്ലാത്ത ഗെയിം അല്ലേ, അതുകൊണ്ട് പിന്നെ ഈ ഭാവം ഒത്തിരി നാളായി കാണാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് സക്സസ് ആണ്. എന്നെ വെറുതെ മൂച്ചു പിടിപ്പിക്കരുത്. ഞാൻ നിന്ന നിപ്പില് വാക്ക് മാറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ചാട്ടം വരട്ടെ. ക്രിസ്മസ് ഒക്കെ ആവാൻ പോണേ ഉള്ളൂ, പക്ഷെ സ്റ്റാർ മാജിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സെലിബ്രേഷൻസും നേരത്തെയാ.
ക്രിസ്മസിന് നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യില്ലേ? പക്ഷെ ഇത്തവണ എക്സ്ചേഞ്ച് അല്ല, നേരിട്ട് കൊടുക്കുക. അത് കണ്ടറിഞ്ഞവർ പിന്നീട് എപ്പോഴെങ്കിലും തരട്ടെ. ലക്ഷ്മി, ഞാൻ ഇപ്പൊ ഇത് മാറ്റിയിട്ട് കുറച്ചും കൂടി വേദന എടുക്കുന്ന ചാട്ട എടുക്കാൻ പോയതാ. കിട്ടിയില്ല. എന്നിട്ടോ? കിട്ടിയില്ല. അപ്പൊ ഇത് തന്നെ ഇതിനകത്ത് ഒരു കമ്പി എക്സ്ട്രാ വെച്ചിട്ടെന്ന് പറഞ്ഞു. ലേറ്റ് ആയി വന്നപ്പോ ഒരു പറഞ്ഞു ഓടിക്കൊണ്ടോ. അവർക്ക് എല്ലാവർക്കും അടികൊണ്ട് തയമ്പായി അത്ര. ആണോ? ചിലപ്പോ തഴമ്പ് വരൂ. അല്ലാണ്ട് ടൈപ്പ് വേണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് നെസ്ലടിമൽ പറയാൻ? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ മാറക്കൂടും. പറഞ്ഞോ. അല്ല, ടീമിന് ഒരു കാര്യം ഉപദേശം കൊടുക്കുന്നത് മറ്റൊന്നുമല്ല. നമ്മൾ നാണോ മാനോ ഉള്ളവരാണെങ്കിൽ ഇനി ഇവിടെ ഇരിക്കരുത്. പോണം. ടെണ്ടുൽക്കർ വന്നാലും നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. നമ്മുടെ കുഴപ്പമില്ല, നമ്മൾ ഈ സൈഡിന്റെ കുഴപ്പമാണ്. നമുക്ക് ഇനി അടുത്ത് ആ സൈഡ്. സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെ ഉരുട്ടി വരുമ്പോ ഇങ്ങനെ കാണിച്ച് കളി വന്നവനല്ല. ജയിക്കാൻ പോണില്ല അത്ര. കണ്ണട വെച്ചാണ് ജനിച്ചത്. അതെ, മേടിക്കേണ്ടവര് വന്ന് മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയി നേരത്തെ കിടന്നുറങ്ങാം. വരും കസറാൻ പറ്റിയൊരു അവസരം തരാം. കുസൃതി ചോദ്യമായിരിക്കും. കുസൃതി ചോദ്യമല്ല, ഞാൻ പറയുന്ന ഒരു പാട്ട് താങ്കൾ പാടണം. രാമകഥ. അനിയ 11:45 മണിയാടാ, പെട്ടെന്ന് അടിച്ചിട്ട് പോടാ. അടി നമ്മൾ എങ്ങനെയെങ്കിലും സഹിക്കാം. എവന്റെ ഈ ഡയലോഗും അവന്റെ പെർഫോമൻസ് ആണ്. ആ പാട്ട് പിന്നെ പാടിയാൽ മതി. എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് എന്റെ ആ ഒരു ഗാനം ഞാൻ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അവനറിയാം, നിലവാരം അറിയാം അവന്. 1 2 3 ഗോ. ആ ഗാനം നമുക്കൊരു ഇവന്റ് ആക്കി ഷൂട്ട് ചെയ്യാം. ഇവന്റ് കഴിഞ്ഞു അല്ലെ ഫസ്റ്റ് ഓപ്പണിംഗ് ഇതിടായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ബിനീഷ് ബാസ്റ്റിനും ടീമെന്നും ഏറ്റവും കൂടുതൽ പറഞ്ഞതാ എന്റെ ടീമേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ 2-3 പേരുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പറയുള്ളൂ. ശരിക്കും ചോദിച്ചു നോക്കൂ, ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. മിസ് ചെയ്തെന്ന് പറഞ്ഞു. ഒരു കോഴി ഒരു മാസം 10 മുട്ടയിടും. ഒരു കോഴി ഒരു മാസം അടിച്ചോളൂ. അടുത്ത എപ്പിസോഡിൽ ചോദിക്കാം. ബിനീഷ ചോദിക്കേ, മറ്റാണെങ്കിൽ എനിക്കൊന്ന് കയറി വരാലോ. ഈ ഉത്തരം ആരും പറയരുതട്ടോ. ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എന്തിനാണ് ഒന്ന് പറയാതിരിക്കുക. എന്നാലും വർക്കൗട്ട് ആവുള്ളൂ. ഒരു കോഴി ഒരു മാസം 10 മുട്ടയിടും. എത്ര മുട്ടയിടും? 10 മുട്ട. ഒരു കൊല്ലത്ത് എത്ര മുട്ടയിടും? ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 12 മാസല്ലേ. ഒരു മാസം 10 മുട്ടയിട്ട 120 മുട്ട. എന്നാ ഞാൻ പറയട്ടെ, അതിന് മോന് കിട്ടിക്കോളും. കിട്ടും. ഇത് കളി എവിടെ പോകുന്നറിയാവോ? പെണ്ണട്ടല്ല, മനസ്സിലായോ? എന്ത്? അങ്ങനെയുള്ള പേരുകൾ പറയാൻ പാടില്ല. ഇനി വരുന്നിടത്ത് നീ അനുഭവിച്ചാൽ മതി. ടീമ് മിനിമം 2 മാസം എയറിലായിരിക്കും. റെഡി 1 2 3 ഗോ. എന്താ അടിയെന്ന് ചോദിച്ചതാ. അല്ലല്ല, എന്താ അടീന്ന്. അല്ല, എന്താ അടീന്നാ ചോദിച്ചത്. ചിലങ്ക ചേച്ചി. എനിക്കും വേണ്ട. ഇപ്പൊ 6 പേരെ തലയായിട്ട് വന്നു. പാവാടയിലാണ്. നിന്നെ ഞാൻ വെറുതെ വിട്ടുകളഞ്ഞു. എനിക്ക് വേണ്ടല്ലേ. നിന്നെ പിടിച്ചാണെന്ന് ഞാൻ രഞ്ജിതനോട് പറയാ, ഞാൻ അടിച്ചിട്ട് ഞാൻ പഠിച്ചിട്ട് അടിക്കണുള്ളൂ. ചേട്ടൻ അടിക്കാൻ അറിയാം, ചേട്ടൻ കൊടുക്കാൻ. ഞാൻ കാണിച്ചുതരാം. നീ ജീൻസ് ഇട്ടിട്ട് വന്നിട്ടേ ഇതില് കിട്ടിയ നല്ല വേദന എടുക്കും. മുട്ട ഇവിടെ വെച്ചിട്ട്, അതും ഈ ഇരിക്കുന്ന സീറ്റിന്റെ അടിയിൽ ഒരു മുട്ട കയറ്റാനായിട്ട്. എനിക്ക് മുട്ട കഴിക്കാൻ പോലും കിട്ടുന്നില്ല, പിന്നെയാണ് ഞാൻ മുട്ട വെക്കുന്നത്. എടേ, നീ എനിക്ക് സംശയമുണ്ട്. ഈ കസേരയുടെ ഒന്ന് കാണിച്ചാൽ ഒന്ന് മാറിയേ. ഇതിന് കസേര മതി. നീ ഇവിടെ കയറി ഇരുന്ന് ഇതിലൂടെ ഇട്ടാണെന്ന് സംശയമുണ്ട് എനിക്ക്. ടൈം ഓവർ. സുമേഷ് ഓവർ. ചേട്ടാ, ഒരു ബിരുത്തം പോലെ കൂടെ വെക്കുവോ? ബിനീഷ, അമ്മ വന്നേക്കണോ? ഒരു പാട്ട്, ഒരു ബിരുത്തം പോലത്തെ സാധനം. എനിക്ക് പാട്ട് വേണ്ട. എടി, കൊല്ലുന്നതിന് മുമ്പ് ഇത്തിരി വെള്ളോ ഇച്ചിരി തവിടും പിണ്ണാക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് കൊല്ലുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും അവിടെ തുടങ്ങുമ്പോ. എൻ ഹൃദയത്തിൻ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. എൻ മധുപാത്രത്തിലെ നിരിനാളിൻ മധുപാത്രത്തിലെ
മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ. എന്തേ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം ഇട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തു പിൻകിന്നരൻ. ആകാശത്തു പിൻകിന്നരൻ പാടാൻ നേരമാ, കളിയാടി പാടാൻ നേരമാ, കളിയാടി പാടാൻ നേരമാ. സൂപ്പർ സൂപ്പർ. ഒരു കുസൃതി ചോദ്യം എന്റെ വക. ചേട്ടാ പാട്ട് ചീറ്റി. ചേട്ടാ ഒരു കിണറ്റിനകത്ത് 10 ചാക്ക് പഞ്ചസാര ഇട്ടു, രണ്ടാമത്തെ കിണറ്റിൽ 12 ചാക്ക് ഇട്ടു. അപ്പൊ ഈ 2 കിണറ്റിലും കൂടെ ഏറ്റവും കൂടുതൽ മധുരമുള്ളത് ഏത് കിണറ്റിലാ? സോറി, രണ്ടാമത്തെ ചാക്ക് മാത്രമേ ഇട്ടുള്ളൂ, പഞ്ചാര ഇട്ടില്ല. അരി മേടിച്ചപ്പോ 1 2 3. അയ്യോ സൂപ്പർ. ഇപ്പൊ ഞാൻ അടിക്കാൻ പഠിച്ച നിങ്ങൾ നോക്കി വെച്ചോ, നിങ്ങക്ക് ഞാൻ മുട്ട വെച്ചില്ലെങ്കിൽ. ചേട്ടാ ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാ. അപ്പൊ ഒരു പാട്ട് പാടുന്നത് കട്ട് ചെയ്യും, എന്നാലും ഒരു ആശ കൊണ്ട് പാടാം. ദേവി ആത്മരാഗമേക കന്യാവനീ സുകൃതം കളഗാനം പകരാനണയോ ഗന്ധർവ വീണയാകൂ നീ ദേവി. ദേവിയൊക്കെയാണ് പുറകെ നിൽക്കുന്ന ഭദ്രകാളിയാ. Ready, 1 2 3 go. രഞ്ജിതമ്മേ, അതിനാടി ഈ അനുഗ്രഹം എന്തിനാ വാങ്ങിച്ചെന്നറിയോ? ഇനി ഇതുപോലെ അടിക്കാമെന്ന്, അതിനുള്ള അനുഗ്രഹം തരണേന്ന്. തരാം. തീർന്നു. ഈ ജോൺ ഇങ്ങനെ ഇത് ഏതു നേരം ഇങ്ങനെ എന്താ ചെയ്യാ? ഒന്നില്ലെങ്കിൽ കൊള്ളുന്ന ആൾക്ക് തല്ലുകൊണ്ട് നിനക്ക് നാണോ ഇല്ലെങ്കിൽ ഇത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നേർച്ച നേർന്നിട്ടാണ് വരുന്നത്. എന്നെ തല്ലാൻ വേണ്ടി മാത്രം. വീട്ടിലാരെ വിട്ടുകൊടുക്കാറ്? ഇവിടെ നമ്മൾ തന്നെയാണോ? വീട്ടിൽ ഞാൻ തന്നെ വിട്ടുകൊടുക്കാറ്. ഇവിടെ അത് തന്നെ അവസ്ഥ. ഞങ്ങൾ ഇത് വിട്ടുകൊടുക്കണം, ഞങ്ങൾ നേടിയെടുക്കുന്നതാ. ഇതിപ്പോ പ്രാർത്ഥിച്ച് നേടുന്ന കേട്ടോ. ഇത് വരുമ്പോഴേ അവിടെ എല്ലാ നേർച്ച എല്ലാ പള്ളിയിലും പൈസ ഇട്ടു. അപ്പൊ അത് ശരി, അനുവിന്റെ ചേട്ടനാണല്ലേ? അപ്പൊ അടുത്ത തവണ ജയിക്കാനായിട്ടുള്ള ഒരു പ്രചോദനത്തിനായി 1 2 3 go. നിങ്ങളുടെ തമാശ കളിയും തമാശ അല്ലല്ല. ഓക്കെ ശരി, കൊടുത്തല്ലോ. ലാസ്റ്റ് അടി കൊള്ളാത്ത ഒരാള് ശശുവാണ്. അദ്ദേഹത്തെ അടിക്കുന്നൊന്ന് കാണണം താങ്കൾ. ആരടിക്കുന്നു? ഇങ്ങനെ അല്ല, ഈ 2 ഊക്കം കൂടെ നമ്മൾ പരിശോധിക്കും. എങ്ങനെ? ഇപ്പൊ അടിച്ച അതേ പവർ. പ്രാവശ്യം ഡാൻസ് കളിക്കുമ്പോൾ കൂടെ ഞാൻ കുറച്ചു നേരം ഈ ഭാഗത്തേക്ക് ധന്യമേരി വർഗീസ് പറയും. ഈ ഇടയായിട്ട് സ്ത്രീ കഥാപാത്രത്തോട് കൂടുതൽ ഇണക്കാണ്. 1 2 3 go. അമ്മോ, അപ്പൊ അറിയാഞ്ഞിട്ടല്ല, അറിയാഞ്ഞിട്ടല്ലേ എനിക്ക് വീട്ടിൽ പോണേ. പേടിണ്ടേ. അല്ല, അതിപ്പോ എന്തിനാന്ന് അങ്ങനെ അടിച്ചെന്നറിയോ ശശാങ്കനെ? എനിക്ക് ഇങ്ങനെ അടിക്കാൻ അറിയാം, സ്നേഹം കുറച്ചുകൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടി. അങ്ങനെ സ്റ്റാർ മാജിക്കിനെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ചേട്ടാ, ഇന്ന് വീട്ടിൽ പോയി അരമണിക്കൂർ നേരത്തെ വന്ന പോലെ അരമണിക്കൂർ നേരത്തെ ഉറങ്ങോ? ഉറക്കത്തിൽ ഈ പേടി സ്വപ്നങ്ങൾ കാണും. ഇവിടെ കണ്ടിട്ടുള്ള കോലങ്ങളൊക്കെ രാത്രി നമ്മുടെ കൺമുമ്പിൽ വരും അല്ലേ? ഓക്കെ, എന്നിട്ട് ചേട്ടൻ ഉറക്കത്തിൽ പറയും ഐ മിസ് യൂന്ന് അവരോട് എല്ലാവരോടും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടിൻ ചേട്ടാ ആൻഡ് ടു ഓൾ അവർ ഓഡിയൻസ്. അടിച്ചു വിളിച്ചു എല്ലാവരും. യെസ്. അപ്പൊ ഇതെല്ലാം അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ കുറെ ചിരിക്കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.